വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് സർവകലാശാല രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനത്തിൽ അല്പസമയം മുമ്പ് അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. അദ്ദേഹം എത്തിയ ഉടൻ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒറ്റ വാചകത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ മറുപടി ഒതുക്കി. തനിക്ക് സ്വന്തമായി വാഹനമില്ല, താൻ ഉപയോഗിക്കുന്നത് സർവകലാശാലയുടെ വാഹനമാണ്. ഇത്രയും മാത്രം പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രതികരണം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ബിജെപിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടത്. അതായത് സ്വകാര്യ സർവകലാശാലകളെ തഴച്ചു വളർത്തുന്നതിന് വേണ്ടി ബോധപൂർവമായി ഇങ്ങനെയൊരു കലാപാന്തരീക്ഷം സർവകലാശാല ആസ്ഥാനത്തെ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് SFI ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ കേസുകളിലെ പ്രതികളായവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഘർഷ സാഹചര്യം ഇവിടെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ സർവകലാശാലയ്ക്ക് പോലീസ് സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സ്ഥിതി നിലനിൽക്കുന്നതും ഇതേ ഭീഷണികൾ മൂലമാണ് എന്നും അവർ പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി നിർണായകമായി മാറാൻ പോകുന്നത്. വൈകാതെ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകും. എന്തായാലും ഇന്നും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സുരക്ഷയാണ് സർവകലാശാല ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്നും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ്. VC ഓഫീസിലെത്തിയിട്ട് ദിവസങ്ങൾ, ഈ ഫയൽ നീക്കം മുടങ്ങിയിട്ട് ദിവസങ്ങൾ, കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം മുടങ്ങിയിട്ട് ദിവസങ്ങൾ, അങ്ങനെ സർവകലാശാലയുടെ പ്രതിസന്ധി അവസാനിക്കാതെ നിൽക്കുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള നിയമപോരാട്ടം ശക്തമായി തുടരുകയും ചെയ്യുകയാണ്. എന്താണ് വിദ്യാർത്ഥികൾ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ആരുണ്ട് എന്നുള്ള വിഷയം കൂടിയാണ്. നമുക്ക് ഡാൻ കുര്യനും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു സ്വർണ്ണം വെള്ളി.